ഫവാസെ, ഈ പ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും ഭംഗിയായിട്ട് തോറ്റ ഒരു സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ പത്തനാപുരം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്നാലും ഗണേഷ് കുമാറിന്റെ അച്ഛന്റെ എച്ചിൽ നിന്നിട്ട് ആ പാവത്തിനോട് ഇമ്മാതിരി ദ്രോഹം ചെയ്ത പത്തനാപുരത്തുകാരോട് ദൈവം പൊറുക്കില്ല. ഗണേഷ് കുമാർ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയ ഡയലോഗ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്റെ അച്ഛന്റെ എച്ചിൽ നക്കിയിട്ട് നന്ദിയോട് കാണിക്കുന്ന നാവികൾ ചിലരുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ പത്തനാപുരത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ്. ഞാൻ പറയും, എവിടെ നിൽക്കുമ്പോഴും പത്തനാപുരത്തുകാരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കും. പക്ഷെ പണം ഉണ്ടാക്കാൻ വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവന്മാര് അതിന്റെ പുറകെ നടന്ന് എല്ലാം നക്കിയെടുത്തതിന് ശേഷം ബാലകൃഷ്ണയുടെ കാലിന്റെ അടി നക്കിയിട്ട് ഇന്ന് നാളിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ദൈവം കാണും, ജനങ്ങൾ കാണും എന്ന് മാത്രമേ പറയാനുള്ളൂ. എനിക്കൊന്നുമില്ല, ബാലകൃഷ്ണപിള്ളയെ അവിടെയാണ് നന്ദിയോട് കാണിച്ചത്. ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചത് ജനങ്ങൾ തോൽപ്പിച്ചത് ഗണേഷ് കുമാറിനെ അല്ല, ഗണേഷ് കുമാറിന്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ളയോട് ചെയ്ത നന്ദികേടാണെന്നാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സാധനമല്ല, കുറച്ചു നാൾ മുന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും ഒരു മാടമ്പിത്തരം അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പിയാണ് എന്ന് സ്വയം വിചാരിച്ച് നടക്കുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഗണേഷ് കുമാർ. അച്ഛൻ വലിയ രാഷ്ട്രീയക്കാരനായിരുന്ന സമയത്ത് നേരത്തെ നടന്മാർ തന്നെ മുകേഷിന്റെ ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ കാലത്ത് വലിയ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്ന അന്ന് തന്നെ സെലിബ്രിറ്റി ആണല്ലോ, സെലിബ്രിറ്റി ആയിട്ട് ജനിച്ചു വളർന്ന ആളാണ് ഈ പറയുന്ന ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിചാരം, അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ ഒരു പാരമ്പര്യം കണ്ടിട്ട് എല്ലാ കാലവും അദ്ദേഹത്തെ മാത്രമേ പത്തനാപുരംകാരെ ഏറ്റെടുക്കുള്ളൂ എന്നുള്ള രീതിയായിരുന്നു പാവം വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്രാവശ്യം അങ്ങോട്ട് തെറ്റിപ്പോയി. പത്തനാപുരംകാർ നല്ല വൃത്തിയായിട്ട് തോപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിൽ. ഇപ്പൊ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ എച്ചിൽ തിന്നിട്ട് എന്നോട് നന്ദികേട് കാണിച്ച നാറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഭാഷാശുദ്ധിയോടുകൂടിയുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നമ്മുടെ മണിയാശാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ പെൻഷൻ വാങ്ങി തിന്നിട്ട് മാറ്റി കുത്തിയല്ലോടാന്ന് ചോദിക്കുന്ന അതേ സെയിം അവസ്ഥയായിട്ടുണ്ടത്. പക്ഷേ ഈ ഗണേഷ് കുമാർ അച്ഛൻ എന്നിത്ര അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി പറയുന്ന അച്ഛൻ പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് കൂടിയുണ്ട്. ഇങ്ങനെ ഒരു മകൻ മരിക്കുമ്പോൾ പോലും എന്നെ കാണാൻ വരണം എന്നെനിക്ക് ആഗ്രഹമില്ല. ഞാനാണ് മരിക്കുന്നതെങ്കിൽ ആഗ്രഹമില്ല. കാരണം എന്തിനാഗ്രഹം? ഞാൻ തിരുവനന്തപുരത്ത് കിടന്ന കാലത്ത് എന്നെ ജയിലിലിട്ടേക്ക് ഒരുപാട് തോന്നിവാസങ്ങൾ സ്വയം നടത്തി. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പാർട്ടി പ്രവർത്തകരുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇറങ്ങി. എന്റെ ഭാര്യയെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് മാത്രം ഇവൻ എന്റെ മകനല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. ആ മനുഷ്യനെയാണ് അച്ഛൻ എന്ന അഹങ്കാരത്തോടു കൂടി, അച്ഛനെ അല്ലെങ്കിൽ പിതൃത്വത്തെ ചോദ്യം ചെയ്തതോ കളിയാക്കിയതോ ഒന്നുമല്ല, പക്ഷെ ആ അച്ഛൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മാത്രമേ വോട്ട് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല എന്നൊക്കെ പറയണത് ഈ ലാസ്റ്റ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് സമയത്ത് കടകംപള്ളിയുടെ ഒരു ന്യൂസ് കണ്ടിരുന്നില്ലേ? എന്നോടൊക്കെ അയ്യപ്പൻ ചോദിക്കൂടാന്ന് പറഞ്ഞത്. ഭദ്രകാളി, കാളി ശക്തിയുള്ള ദേവിയാണ്, കാളി നിന്നെ ഒന്നും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ദൈവനാമത്തിൽ പ്രാകുന്ന, അതായത് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ മടിയുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത സഖാക്കന്മാർ തന്നെ അവസാനം കാളിദേവി നിന്നോടൊക്കെ ചോദിക്കും എന്ന് പറഞ്ഞ് ഇരുന്ന് മോങ്ങേണ്ടി വന്ന കാഴ്ചയെ നമ്മൾ ഇലക്ഷൻ പ്രചരണ സമയത്ത് കണ്ടതാ കടകംപള്ളിയുടെ. അപ്പോൾ എന്തായാലും വളരെ രസകരമായിട്ടാണ് നമ്മുടെ അവസാനത്തെ ഈ നമ്മുടെ ഗണേഷ് കുമാർ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞ് ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ കുറച്ച് വിഷ്വൽസും ഉണ്ട്. അത് വളരെ രസകരമായിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു അദ്ദേഹം തോറ്റു എന്നുള്ളത്. പക്ഷെ ഗണേശന്റെ തോൽവി ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയൊരു തോൽവിയാണ്. അത് ഗണേഷ് കുമാറിന് ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം പത്തനാപുരത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാറിനെ പറഞ്ഞിട്ടുണ്ട്, പത്തനാപുരംകാർക്ക് ഞാനില്ലാണ്ട് പറ്റില്ല, എനിക്ക് അവരില്ലാണ്ടും പറ്റില്ല, അതുകൊണ്ട് വേറൊരാൾ ഇവിടെ വിജയിക്കില്ല, ജയിക്കുകയാണെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ സതീഷിനും ബാക്കിയുള്ളവർക്കും വേണമെങ്കിൽ എന്ത് വേണേലും വിളിച്ചു പറയാം, പക്ഷേ ഇവിടുന്ന് ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ജ്യോതികുമാർ ചമക്കാല അദ്ദേഹം മാറ്റി തിരുത്തി എഴുതി കൊടുത്തത്. പിന്നെ ഇതൊക്കെ പറഞ്ഞ പോലെ ഒന്നാമത് CPM സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഗണേഷ് ഇപ്പോൾ തോൽവി അംഗീകരിച്ചിട്ടില്ല എന്നുള്ള സാധനം. CPM എല്ലാവരും ഇല്ല, ചില നേതാക്കന്മാരെ അവർ തോൽപ്പിക്കാനല്ല പാട്. കോൺഗ്രസ്സുകാർ പോലും പറയുന്നൊരു സാധനമുണ്ട്, CPM അവരെ തോൽപ്പിക്കാനല്ല പാട്, പക്ഷെ തോറ്റു എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഓൾറെഡി ഓൾറെഡി ക്യാപ്സൂൾ എല്ലാവർക്കും വെച്ച് കൊടുത്തിട്ടുണ്ടാവും. തോൽവി വിജയത്തിന്റെ ചവിട്ടുപടിയാണ്, അങ്ങനത്തെ പല പല സാധനങ്ങൾ. അതെ, ചെഗുവേരന്റെ തന്നെ നമ്മൾ തോറ്റുപോയാൽ ഇനി എന്ത് ചെയ്യും, അപ്പം അതിനുള്ള ക്യാപ്സൂളും വീഡിയോ കട്ടിങ്സ് ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടാവും, തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഇത്തരത്തിലാണ് ആ സാധനം. അപ്പം അതിൽ പെട്ട ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അച്ഛൻ്റെ കാര്യം എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ പലപ്പോഴും ഈ പറഞ്ഞ പോലെ മൂപ്പരിക്കെതിരെ, ഗണേശിനെതിരെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിനി മുതൽ ഇങ്ങനെ ഒരു മകനില്ല എന്ന് വരെ ഒരു അച്ഛൻ മകനെതിരെ തുറന്നടിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവിടെ പ്രശ്നമുണ്ട്. ഇയാളുടെ സ്വഭാവം കൊണ്ടാണ് ആ പറഞ്ഞത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം.
പിന്നീട് ആ അച്ഛൻ്റെ എന്താ പറയുക ലെഗസി ഏറ്റെടുക്കുക എന്നുള്ള സാധനമാണ് പിന്നീട് മരണശേഷം നമ്മൾ കണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ഈ പറഞ്ഞ പോലെ ഒന്ന് ആ പത്തനാപുരം എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ കോട്ടയാണ്, അതുകൊണ്ടാണ് അവിടുന്ന് ജയിച്ചു വന്നത്. അല്ലാതെ അച്ഛൻ്റെ ഒരു ലെഗസി മൂപ്പർക്ക് ഒരിക്കലും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അച്ഛൻ്റെ ലെഗസി പോയിട്ട് അച്ഛൻ തന്നെ പറയുകയാണ്, എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട് മാത്രം ഇവൻ എൻ്റെ മകനല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരച്ഛൻ ഇത്രയും തുറന്നു പറച്ചില് മീൻസ് മകനോടുള്ള അത്രയും വിയോജിപ്പ്, തുറന്നു പറച്ചിലെന്നുള്ളതല്ല, മകനോട് അത്രയും വിയോജിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ള ജീവിച്ചിരുന്നപ്പോഴും ഇവർ തമ്മിലുള്ള ഫൈറ്റുകളും കാര്യങ്ങളും ഒക്കെ അറിയാത്തവരല്ല കേരള ജനത. അപ്പൊ അതിനിടയിലേക്ക് ഇപ്പോൾ അച്ഛൻ്റെ പേരിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള വേറൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പത്തനാപുരത്ത് കഴിഞ്ഞ ഇലക്ഷന് മുന്നോടിയായിട്ട് നമ്മുടെ ഗണേഷ് കുമാറും ഭാര്യയും കൂടിയിട്ട് പാസ്റ്ററുടെ അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു വീഡിയോ കുറെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരുന്നതാ. 23,000+ വോട്ടുകളിൽ നീ ജയിക്കും, എന്നോട് യേശു വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ആ തവണ വരെ ഈ പറയുന്ന ഓവർ കോൺഫിഡൻസ് ഉള്ള ഗണേഷ് കുമാറിനെ യേശു ജയിപ്പിച്ചു. ഞാൻ ഒരിക്കലും ഒരു മതത്തെ ഇതാക്കി പറയുകയല്ല, പക്ഷെ അത്രയും പോലും ഇപ്പോൾ NSSന്റെ ഇതിൽ നിൽക്കുന്ന ഒരാള് യേശു ജയിപ്പിച്ചതാണ് എന്ന് വരെയുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അപ്പം മിനിറ്റിന് ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞിട്ട് ഇപ്രാവശ്യം എന്തായാലും യേശു തന്നെ തോപ്പിച്ചു ആളെ എന്നും പറയാം. പക്ഷെ പത്തനാപുരംകാര് ഒരിക്കലും മാറ്റി കുത്തില്ല. പുള്ളിക്കാരൻ എന്തോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഗണേഷ് കുമാർ നല്ല കഴിവുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവസാന ഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള തുറന്നു പറച്ചില്ല, ഭാര്യയെ എതിരെ വന്നത് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ 5,000 ഒരുപാടുണ്ട് എന്ന് തുറന്നു പറയുക കൂടി അദ്ദേഹം ചെയ്തു. പണ്ട് മുതലേ ക്രൈം പോലെയുള്ള ചാനലുകൾ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമാണെന്ന് സമ്മതിക്കേണ്ടി കൂടി വന്നു അവസാന സമയത്ത്. സ്വന്തം ഭാര്യ തന്നെ എതിരായിട്ട് വന്നു. പണ്ട് മുതലേ ഭാര്യയുടെ അടി കിട്ടിയതും ചിത്രങ്ങളും ഒക്കെ ഇപ്പോഴും മീഡിയാസിൽ കിടന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന സാധനം തന്നെയാണ്. അപ്പൊ അതിനിടയിൽ പുതിയ ഭാര്യയും കൂടെ ഇപ്പോഴത്തെ ഭാര്യയും കൂടെ ഇദ്ദേഹത്തിനെതിരെ തിരികെ പുറകിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് തമ്മിൽ കോംപ്രമൈസ് ആകുന്നു. അതിനിടയിൽ ഇദ്ദേഹം തന്നെ തുറന്നു പറയുന്നു എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ നാടകങ്ങളൊക്കെ കണ്ടതിന് 5,000 സംതിങ് തുറന്നു പറച്ചിൽ നടത്തേണ്ടി വരുന്നു. അപ്പോൾ അതല്ലാണ്ട് തന്നെ ഒരുപാട് സരിത എസ് നായരുടെ കേസ് മുതൽ ഇങ്ങോട്ടെടുത്ത് നോക്കിക്കഴിഞ്ഞാല് സരിത എസ് നായരുടെ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ സരിത എസ് നായരുടെ കുട്ടിക്കുള്ള ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ ഒരു സ്വത്ത് വിഹിതം ഒക്കെ കൊടുത്തിട്ടുള്ളത് ബാലകൃഷ്ണ പിള്ളയാണ്. അത് മകന്റെ ചോരയോടുള്ള എന്നുള്ള രീതിയിലേക്ക് വരെ ചർച്ചകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതിനൊക്കെ എവിഡന്റ് ആയിട്ട് മുന്നിലുള്ള കാര്യങ്ങളാണ്. അതിലേക്കൊന്നും നമ്മളിപ്പോൾ കൂടുതൽ പോകുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തായാലും നമ്മുടെ ഗണേഷ് കുമാർ ജയിക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ്, അല്ലെങ്കിൽ ഒരു പുള്ളിക്കാരൻ എവിടെ നടന്നാലും പുള്ളിയുടെ വൈറലായിട്ടുള്ള ന്യൂസുകളൊക്കെ ഫവാസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ ചെറിയ സാധനങ്ങളായിരിക്കും. ഗണേഷ് കുമാറിനെ ഭയങ്കര ഹീറോ ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ റീൽസുകൾ. അങ്ങ് പർട്ടിക്കുലർ സംഭവം നടക്കുന്ന സ്ഥലത്ത് ക്യാമറ, അത് നല്ല ക്ലിയർ ക്ലാരിറ്റി ഉള്ള ക്യാമറയും കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നതിനുള്ള മൈക്കും ഒക്കെ കുത്തിയിട്ടാണോ ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോഴും മൈക്ക് വെക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ വൈറലായിട്ടുള്ള പെട്ടെന്ന് ഇങ്ങനെ ചെല്ലുന്നു, അവിടെ ചൂലെടുത്ത് മന്ത്രി തന്നെ അടിക്കുന്നു, ആയുർവേദ ഡിസ്പെൻസറി ആണെന്ന് തോന്നണോ, അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അടിക്കുന്നു, ഉദ്യോഗസ്ഥരെ ശകാരിക്കുന്നു, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് ഈ സിനിമയിലൊക്കെ കാണുന്ന മാസ് രംഗങ്ങൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിത്യജീവിതത്തിൽ എപ്പോഴും ക്യാമറയും കുത്തി അല്ലെങ്കിൽ ക്യാമറയും കൊണ്ട് നടന്ന് എപ്പോഴും മൈക്കും കുത്തി എപ്പോൾ വേണമെങ്കിലും എനിക്ക് മാസ് ഡയലോഗ് അടിക്കേണ്ടി വരും, നിങ്ങളപ്പോൾ പകർത്തിക്കോണം എന്നുള്ള സ്റ്റൈലിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് തോന്നും. നമ്മൾ പുറമേ കാണുമ്പോൾ മീഡിയയിലൊക്കെ വരുമ്പോൾ കൊള്ളാം, പുള്ളിക്കാരൻ ചെയ്തത് അടിപൊളിയാന്ന് വിചാരിക്കും. പക്ഷെ ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ മൊമെന്റ്സ് എങ്ങനെയാണ് ഇത്രയും ക്ലാരിറ്റിയോട് കൂടി ക്യാമറയെ പകർത്താനും അത്രയും വോയിസ് ക്ലാരിറ്റിയോട് കൂടി മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്നതൊക്കെ? അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു സിനിമാറ്റിക് ജീവിതമായിരുന്നു ആളുടെ. ആളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഒരു താരതമ്യം തോന്നാറുള്ളത് നമ്മളെ വെള്ളിമൂങ്ങയില് മറ്റേ എന്താ ആളുടെ പേര്, ബിജു മേനോൻ. ആൾക്ക് അതിലൊരു പേരുണ്ടല്ലോ, മാമച്ചൻ. അപ്പൊ ഈ പറഞ്ഞ പോലെ മാമച്ചൻ ഈ പറഞ്ഞ പോലെ എവിടെ പോയാലും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. ഇപ്പൊ KSRTC ബസ് ഉദ്ഘാടനം കഴിഞ്ഞാലും ആ ഡ്രൈവറെ മാറ്റിന്റെ ഇരുത്തിയിട്ട് ആളവിടെ കയറിയിരിക്കും. എന്നിട്ട് ഈ ഡ്രൈവിംഗ് ചെയ്യുന്നു, ഒപ്പം ക്യാമറക്കാരെ വിളിച്ചു വരുത്തുന്നു, അവരോട് സംസാരിക്കുന്നു, എന്നിട്ട് വണ്ടി വിടുന്നു. നല്ല വണ്ടിയാണ്, കുഴപ്പമില്ല, ഇതിന് പുതിയ സെറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ മറ്റെവിടെ ഇല്ലാത്ത സെറ്റിങ്സ് ആണ്, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേക സവിശേഷതകൾ മാത്രം ഇംപ്ലിമെന്റ് ചെയ്ത പ്രത്യേകതരം ബസ്സാണ്. ഇതിൽ ഇനി ടോയ്ലറ്റ് വരാൻ പോകുന്നുണ്ട്, അടുത്ത ഉദ്ഘാടനം നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഈ റിസൾട്ട് വരുന്നതും എല്ലാം കൂടെ തകർന്ന് തരിപ്പണാവുന്നതും വീഴുന്നതൊക്കെ. അപ്പം ഈ പറഞ്ഞ പോലെ ശരിക്കും മാമച്ചനാണ്. ഒരു പോസ്റ്റർ ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ കയറിയിരിക്കും, വേറെ അവിടെ ഇരിക്കാൻ പറ്റില്ല. അല്ല, ഉറപ്പായിട്ടും KSRTC വകുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കയറിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അതിനു മുമ്പ് പൊതുമരാമത്തിന്റെ റോഡ് പണി നടക്കുമ്പോഴും അദ്ദേഹം ഇതില് നമ്മുടെ റോളറിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട്
ആ റോഡിന്റെ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചതും അദ്ദേഹം അതിന്റെ മണ്ടയ്ക്ക് കയറി ഇരുന്നിട്ടാണ്. ഇത് ഇന്ന പോലെ എന്തോ ഒരു വിദേശ നിർമ്മിതിയിലാണിത് ഈ റോഡ് നിർമ്മിക്കുന്നത്, ആദ്യം ഇന്ന ഷീറ്റ് ഇടും, അത് കഴിഞ്ഞ് അതിന്റെ പിന്നാലെ ഉള്ളത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് യാന്ത്രിക കംപ്ലീറ്റ്. വശങ്ങളെല്ലാം നന്നായി അതെ, പഠിച്ചൊരു അത് വ്യക്തിയാണ്. നമ്മുടെ റിപ്പോർട്ടർ ചാനലൊക്കെ ലോഞ്ച് ചെയ്തൊരു സമയത്ത് നമ്മുടെ അരുൺകുമാറൊക്കെ ഭയങ്കര സാങ്കേതിക വിദ്യകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വികസിപ്പിച്ചുകൊണ്ടുള്ളൊരു പുതിയ മെത്തേഡ് അവര് കൊണ്ടുവന്നൊരു സമയത്ത്, നമ്മുടെ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ മറ്റേ ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിൽ ചാടി ഇങ്ങനെ ഇറങ്ങി ചാടി ഇറങ്ങി വന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ ശരിക്കും ഒരു സിനിമാ ലോകത്ത് നിന്ന്, ആ ഒരു മായിക ലോകത്ത് നിന്ന് അദ്ദേഹം തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വന്നിട്ടില്ല. അദ്ദേഹം എവിടെയാണോ അവിടെ എൻ്റെ ഫുൾ ഫിഗറായിട്ട് കാണണം. പിന്നെ ഈ വൈറലായി താരമായി ഹീറോ ആയിട്ട് നമ്മൾ ഈ ഒരു ഗതാഗത ഇത് ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ PR നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പൊ കണ്ട് വിശ്വസിച്ചവരാണ് നമ്മൾ പലരും. അതിലൊക്കെ കാണുമ്പോൾ എന്താ ഹീറോ ആയിട്ട് ഇവരെയൊക്കെ ജീവനക്കാരെയൊക്കെ വഴക്ക് പറയുന്നു, നിഷ്പക്ഷനായിട്ടുള്ള ഒരാള് ഭയങ്കര ഇതായിട്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നിഷ്പക്ഷനായിട്ടുള്ള ഒരാൾ പോണ വഴിക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റലി സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ മൈക്കും ക്യാമറയൊക്കെ ഓക്കെയാണ്, ഒരു വാക്ക് പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടില്ല, വിഷ്വൽ ക്ലാരിറ്റി ഒക്കെ ക്ലിയർ ആയിരിക്കും. അപ്പൊ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ നാടകങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരിൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിലിം ഹാങ് ഓവർ മാറാത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. സുരേഷ് ഗോപിയാണ് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. ഇപ്പോഴും ആ ഭരത് ചന്ദ്രനാണ് എന്നുള്ള ഒരു മെത്തേഡ് ആൾക്ക് ഇപ്പോഴും ഉണ്ട്. പല മെത്തേഡ് ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് മാത്രമല്ല, അതിന് മറ്റൊരു ഉദാഹരണമാണ് മുകേഷ്. അവസാനം പാർട്ടി തന്നെ മനസ്സിലാക്കി ആള് എന്താ പറയുക, നല്ല നിലയിലല്ല നിൽക്കുന്നത്, ഇനി കൊല്ലത്ത് നിർത്തി കഴിഞ്ഞാൽ പണിയാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാർട്ടി അവസാനം അവിടുന്ന് പിൻവലിപ്പിച്ചതും വേറെ ആൾക്കാർ കൊടുത്തു. പക്ഷേ ഓൾറെഡി ആള് നല്ലൊരു ഇമേജ് കൊല്ലത്ത് ഉണ്ടാക്കിക്കൊണ്ട് ബിന്ദു കൃഷ്ണക്ക് വലിയൊരു മെനക്കെടൽ ആവശ്യം വന്നില്ല. കൊല്ലം പോലെ ഇപ്പോൾ CPM നമ്മൾ പറയാറുണ്ട് കണ്ണൂർ അവരുടെ ഉരുക്കു കോട്ടയാണെന്നുള്ളത്. പക്ഷേ കണ്ണൂരിനേക്കാൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബേസ് ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. അപ്പം അത്തരത്തിൽ ആ കൊല്ലത്താണ് അവസാനം ബിന്ദു കൃഷ്ണ എന്ന് പറഞ്ഞ ആള് കോൺഗ്രസിന്റെ ജയിച്ചതാണ്. ഇത്തരത്തിൽ ഹാങ് ഓവർ മാറാത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ CPM ഉള്ളത് കൊണ്ട് BJPക്ക് ഈ പറഞ്ഞ പോലെ പേരിനെങ്കിലും നല്ലൊരു സാധനം ഉണ്ട് അവർക്ക്. ഇവരെ മറിച്ച് വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും നല്ലൊരു സാധനം ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, ആ ഒരു ഇമേജ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് അവർ. എന്തായാലും പത്തനാപുരം തമ്പുരാൻ ഇതൊക്കെ സഹിക്കാനുള്ളൊരു ശേഷി ഭഗവാൻ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം.